ചമ്മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് മാങ്ങയുടെ സീസണിലാകുമ്പോൾ മാങ്ങ ചമ്മന്തി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മാങ്ങ ചമ്മന്തി പൊടിയാണ്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഞാൻ 3 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. തൊലി ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഒരു 6 വറ്റൽമുളക്, ഇത് എരിവുള്ള വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, 1.5 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1 ടീസ്പൂൺ ശർക്കര, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 1.5 ടീസ്പൂൺ കടുക്, കറിവേപ്പില, 1 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങായും തേങ്ങായും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകണ്ട. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തേങ്ങ, ഇത് പൾസ് ബട്ടൺ ഞെക്കി വേണം ഇത് ക്രഷ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കടുക് ഉലുവായും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ കടുകും ഉലുവായും എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടെ ചേർക്കാം. ഒന്ന് വറുത്തെടുക്കണം. ഇത് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. കടുകൊക്കെ ഉലുവായൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മുളക് മൂത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് കളറായി മാറണ്ട. മുളകൊന്ന് പൊടിക്കാനായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അതിന് ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും ചേർക്കാം. ഈ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചൊവയൊന്ന് മാറിക്കിട്ടണം. ഇപ്പം വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് പച്ചച്ചൊവ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങായും തേങ്ങായും കൂടെ ചേർക്കാം. ഇത് ആദ്യം തീ കൂട്ടി വെച്ച് കൊടുക്കണം. ഒന്ന് വഴറ്റി ഇതിൻ്റെ അകത്തെ വെള്ളമയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടണം. ഇടയ്ക്ക് ചില മാങ്ങയൊക്കെ അറിയാതെ കിടപ്പുണ്ടെങ്കിലും കാര്യമില്ല. ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് കരിഞ്ഞു പോകരുത്. തീ കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കണം. അപ്പം വെള്ളം വറ്റി വന്നില്ലെങ്കിലും ആദ്യത്തെ വെള്ളമയമൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കരിയാതെ നോക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിന് കുറച്ചുകൂടെ കളർ മാറണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. ഇത് കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. എല്ലാ സ്ഥലത്തും ഇളക്കി ചെല്ലണം. ഇത് നന്നായിട്ട് ഉണങ്ങി വരണം. ഡ്രൈ ആയിട്ട് കിട്ടണം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർക്കുക. പിന്നെ നോക്കി കഴിഞ്ഞിട്ട് ചേർക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളും ചേർക്കാം. മുളകും കടുകും ഉലുവായും കൂടെ പൊടിച്ചത് ചേർത്ത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർക്കാം. ഈ ശർക്കര ചേർക്കുന്നത് മധുരവും എരിവും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പം എന്തേ നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. ഉണ്ടോ? ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ, അതിന് തീ ഒട്ടും കൂട്ടരുത്. എന്തേ നല്ലതായിട്ട് ഡ്രൈ ആയി, അതുപോലെ നല്ല കളറും വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്പസമയം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെറൈറ്റിയായ മാങ്ങ ചമ്മന്തിപ്പൊടി റെഡിയായി. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം. വളരെ രുചിയുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണിത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. ഈ ചമ്മന്തിപ്പൊടി 2-3 ദിവസം പുറത്ത് വെച്ച് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചും ഉപയോഗിക്കാം. നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.